സ്വാമിയേ ശരണമയ്യപ്പ. നമ്മളെല്ലാവരും ഭക്തജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു പുണ്യ നിമിഷത്തിനായി ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നട തുറക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ദൃശ്യം, ശബരിമലയിൽ ഈ ഒരു മകരസംക്രാന്തി ദിനം പുഴകളും ഒന്നിച്ച് ഒരു ദിവ്യപ്രകാശത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ശബരിമലയിലെ മകരവിളക്ക് ദിവസം, സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിച്ച ഈ ദിവസം ഭൂമിയും സ്വർഗവും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു നിമിഷമാണ്. ഈ ദിവസമാണ് ഭക്തർ ശരീരവും ഹൃദയവും ശുദ്ധമാക്കി ഈ പർവ്വതത്തിലേക്ക് ദൈവ അനുഗ്രഹം തേടി എല്ലാവരും എത്തിയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. ഈ സ്വാമിയേ ശരണമയ്യപ്പ. നട തുറന്നിതാ അയ്യപ്പൻ നമ്മുടെ മുമ്പിലേക്ക്, അയ്യപ്പൻ തിരുവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയ ഈ പുണ്യനിമിഷം കാണാൻ വേണ്ടിയാണ്, ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് വ്രതമെടുത്ത് ഭക്തജനങ്ങൾ ഈ ഒരേ ഒരു വർഷം കാത്തിരുന്നുകൊണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ഈ ഒരു കാഴ്ചയാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. രാത്രിയെന്നോ, ശബരിമലയിലെ പർവ്വതങ്ങൾക്ക് രാത്രിയെന്നോ, പുഴയുടെ ശബ്ദത്തിന് രാത്രിയെന്നോ, കാറ്റിന്റെ ചലനത്തിന് രാത്രിയെന്നോ ഒന്നുമില്ല. ഈ സന്ധ്യയ്ക്കിതാ അയ്യപ്പൻ നമ്മുടെ മുമ്പിൽ സർവാഭരണ വിഭൂഷിതനായി എത്തുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന ഒരേ ഒരു മന്ത്രജപം മാത്രമാണ് ഈ പുണ്യദീപങ്ങളുടെ പ്രകാശത്തിൽ മലയും കാടും പുഴയും പ്രാർത്ഥനയുടെ താളത്തിൽ നൃത്തമാടുകയാണ്. സ്വാമിയേ ശരണം എന്നുച്ചരിച്ച മന്ത്രം മാത്രമാണ് ഇപ്പോൾ ഈ പ്രപഞ്ചമാകെ അലയടിക്കുന്നത്. ഈ പ്രപഞ്ചമാകെ അലയടിക്കുന്നത് ഒരേ ഒരു മന്ത്രമാണ്. ഭക്തന്റെ കാത്തിരിപ്പാണ് ഈ ഒരു പുണ്യ സമയത്തിനായി ഭക്തർ, ലക്ഷക്കണക്കിന് ഭക്തർ കാത്തിരുന്ന ആ ഒരു നിമിഷം, ഈ ഒരു നിമിഷത്തിനായാണ് കാത്തിരുന്നത്. നമ്മൾ നോക്കൂ, ഈ ഭക്തജനങ്ങളെല്ലാം വളരെ ഭക്തിയോടുകൂടി അവർ ഈ ഒരു ദൃശ്യം കാണാൻ വേണ്ടിയാണ് ഇത്രയും കാലം അവർ വ്രതശുദ്ധിയോടുകൂടി കാത്തിരുന്നത്. ഓരോ വർഷവും ഭക്തർ എത്തിച്ചേരുന്നത് ഈ ഒരു കാഴ്ചയാണ്. ഈ പൊന്നമ്പലമേട്ടിൽ ഏതാനും നിമിഷങ്ങൾക്കകം തെളിയുന്ന മകരവിളക്കിതാ, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ നിന്നുയരുന്ന ഒരേ ഒരു മന്ത്രം. ഒരു തവണ മകരവിളക്ക് തെളിഞ്ഞു, ഇനി വീണ്ടും മകരവിളക്ക് ദർശിക്കുവാൻ ഭക്തജനങ്ങളുടെ എല്ലാം നോട്ടം, ഭക്തജനങ്ങളുടെ എല്ലാം കണ്ണുകൾ അവർ പൊന്നമ്പലമേട്ടിലേക്കാണ്. ലക്ഷക്കണക്കിന് കണ്ണുകൾ പൊന്നമ്പലമേട്ടിലേക്കാണ് തുറന്നിരിക്കുന്നത്. ഇതാ വീണ്ടും ആ മകരവിളക്ക് കാണുവാനായി ഭക്തജനങ്ങൾ, ഇതാ വീണ്ടും മകരവിളക്ക് ആ പൊന്നമ്പലമേട്ടിൽ, ആ വനത്തിൽ അതാ മകരവിളക്ക് വീണ്ടും പ്രകാശിച്ചു. ഇനിയും ഒരു തവണ കൂടി ആ പ്രകാശം ദർശിക്കാനായി ഓരോ ഭക്തനും ഇത്രയേറെ ദിവസങ്ങൾ വ്രതമെടുത്ത്, ഇത്രയേറെ ദിവസങ്ങൾ അവന്റെ മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധമാക്കി അവൻ കാത്തിരുന്നത് ഈ ഒരു ദൃശ്യം കാണുന്നതിനായാണ്, ഈ ഒരു കാഴ്ച കണ്ട് നിർവൃതി അടയുന്നതിനാണ്, ഈ ഒരു ദീപാരാധന ദർശിക്കുന്നതിനായാണ് ഇത്രയും ദിവസവും അവൻ കാത്തുനിന്നത്. അതാ വീണ്ടും ഒരിക്കൽ കൂടി ആ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. ഓരോ ദീപവും, ഓരോ പ്രാർത്ഥനയും ഓരോ മഹാസമുദ്രം പോലെ പകർന്നു നിൽക്കുകയാണ് ഇവിടെ ഭക്തിയുടെ ഹൃദയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.